നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്കെതിരായ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലും ക്ലിഫ് ഹൌസ് ഉപരോധത്തിലും പാളിച്ചകൾ പറ്റിയെന്ന് കാനം രാജേന്ദ്രൻ. ക്ലിഫ് ഹൌസ് ഉപരോധത്തിന്റെ പേരിൽ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയത് ശരിയായില്ലെന്നും കാനം രാജേന്ദ്രൻ. തീരദേശ പരിപാലന നിയമത്തിലെ അപാകതകളിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ഉയർത്തണമെന്ന ധനകാര്യ വിനിയോഗ സമിതിയുടെ ശുപാർശ. സിപിഐഎമ്മിനെതിരായുള്ള സർക്കാർ നീക്കം അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് പിണറായി വിജയൻ. സിബിഐ അന്വേഷണത്തിൽ പാർട്ടിക്ക് ആശങ്കയില്ലെന്നും പിണറായി. സ്പൈഡർമാനെ ഓർമ്മിപ്പിച്ച് ഒരു 5 വയസ്സുകാരി ഭിത്തിയിലൂടെ വലിഞ്ഞു കയറിയും ഊഞ്ഞാലാടിയും വിസ്മയം പകരുകയാണ് അലീന. വരുന്ന ലോകകപ്പിൽ തന്റെ സ്വപ്ന ഫൈനൽ അർജന്റീനയും ബ്രസീലും തമ്മിലെന്ന് ലയണൽ മെസ്സി. ഇതിനായാണ് തന്റെ പ്രാർത്ഥനയെന്നും മെസ്സി. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലും ക്ലിഫ് ഹൌസ് ഉപരോധത്തിലും പാളിച്ചകൾ പറ്റിയെന്ന് സിപിഐ ദേശീയ നിർവാഹക സമിതി അംഗം കാനം രാജേന്ദ്രൻ. സെക്രട്ടേറിയറ്റ് ഉപരോധം പെട്ടെന്ന് പിൻവലിച്ചത് തെറ്റായിപ്പോയി. ക്ലിഫ് ഹൌസ് ഉപരോധത്തിന്റെ പേരിൽ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയത് ശരിയായില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. പ്രഭാതം ന്യൂസിന്റെ നേതാക്കൾ പറയുന്നു പരിപാടിയിൽ പങ്കെടുക്കവെയാണ് കാനം രാജേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അതൊക്കെ നിരോധിക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക. നമ്മളൊക്കെ പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനിച്ചു വീണ പാർട്ടികളാണ്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കേണ്ട പാർട്ടികളാണ്. അപ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ LDF പറയുകയും ചെയ്തിട്ടുണ്ട്. CPM-ന്റെയും LDF-ന്റെയും പ്രക്ഷോഭ പരിപാടികളെ സ്വയം വിമർശനപരമായി വിലയിരുത്തിക്കൊണ്ടാണ് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ കാനം രാജേന്ദ്രൻ സംസാരിച്ചത്. ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയനുകളുടെ കാലമാണിത്. അതുകൊണ്ട് തന്നെ സമരമാതൃകകൾ മാറണമെന്നും കാനം രാജേന്ദ്രൻ ഓർമ്മിപ്പിച്ചു. മാസങ്ങൾക്ക് മുമ്പെയൊക്കെയാണ് ഈ പണിമുടക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. ആ ദിവസം അതിനുള്ള സൗകര്യങ്ങൾ, മറ്റുള്ള മാർഗങ്ങൾ അവർ നോക്കുക എന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് നമ്മളൊരു അജിറ്റേഷന്റെ ഭാഗമായി നടത്തുന്ന സമരമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമരം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പറഞ്ഞത് ജനങ്ങളെ യാതൊരു കാരണവശാലും ജനങ്ങൾക്കെതിരായി ഞങ്ങൾ നിലപാട് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF പറഞ്ഞത്. ഇടതുമുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷി CPM ആണ്. അതുകൊണ്ട് തന്നെ CPM-ന്റെ ശക്തിയും ക്ഷീണവും മുന്നണിയെ ഒരേവിധം ബാധിക്കും. ക്ലിഫ് ഹൌസ് ഉപരോധം സംബന്ധിച്ച CPI-യുടെ വിയോജിപ്പ് LDF യോഗത്തിൽ പ്രകടിപ്പിച്ചിരുന്നതായും കാനം രാജേന്ദ്രൻ പറഞ്ഞു. പൊളിറ്റിക്കൽ ഡെസ്ക്, പ്രഭാതം ന്യൂസ്. ഇടുക്കി വടകര ലോക്സഭാ സീറ്റുകൾ ഘടകകക്ഷികൾക്ക് കോൺഗ്രസ് വിട്ടു നൽകണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ ജയസാധ്യതയാണ് പ്രധാനം, അതുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. പ്രഭാതം ന്യൂസിന്റെ നേതാക്കൾ പറയുന്നു പരിപാടിയിൽ പങ്കെടുക്കവെയാണ് ജോണി നെല്ലൂർ ഇങ്ങനെ പറഞ്ഞത്. ഇടുക്കിയും വടകരയും യഥാക്രമം കേരള കോൺഗ്രസിനും സോഷ്യലിസ്റ്റ് ജനതയ്ക്ക് നൽകുന്നതാവും ഉചിതമെന്നാണ് ജേക്കബ് ഗ്രൂപ്പ് സംസ്ഥാന ചെയർമാൻ ജോണി നെല്ലൂർ അഭിപ്രായപ്പെട്ടത്. ജേക്കബ് ഗ്രൂപ്പ് ആവശ്യപ്പെടുന്ന ലോക്സഭാ സീറ്റും ഇടുക്കി തന്നെയായിരിക്കുമെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു. 2 സീറ്റുകളുടെ കാര്യത്തിൽ UDF പ്രതിസന്ധിയിലല്ലേ യഥാർത്ഥത്തിൽ ഇടുക്കിയും വടകരയും? എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി കൂടുതൽ സീറ്റുകൾ വിജയിച്ച് പാർലമെന്റിൽ ഒന്നാമത്തെ കക്ഷിയാകണം. അതൊക്കെ ഞാൻ അഗ്രി ചെയ്യുന്നു. പക്ഷേ ഇതൊരു മുന്നണി സംവിധാനമല്ലേ. മുന്നണി സംവിധാനത്തിൽ മുഴുവൻ ആളുകളുടെയും ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ ഈ കക്ഷികൾക്കൊക്കെ അല്പം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടാണെങ്കിലും സീറ്റുകൾ കൊടുക്കണം. ഞങ്ങളെ പരിഗണിക്കാൻ കഴിയും, ഞങ്ങളെയും പരിഗണിക്കണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഘടകകക്ഷികൾ സംതൃപ്തരാണെങ്കിൽ മാത്രമേ UDF-ന് തിളക്കമാർന്ന വിജയം കൈവരിക്കാനാകൂ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ തുടർന്നുള്ള ഹരിത ട്രിബ്യൂണൽ വിധി കർഷകർക്ക് പ്രതികൂലമായാൽ ജേക്കബ് ഗ്രൂപ്പ് അധികാരം വിട്ടൊഴിയുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. പൊളിറ്റിക്കൽ ഡെസ്ക്, പ്രഭാതം ന്യൂസ്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ഉയർത്തണമെന്ന് ധനകാര്യ വിനിയോഗ സമിതിയുടെ ശുപാർശ നിയമസഭയുടെ മേശപ്പുറത്ത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ ആയുർദൈർഘ്യം കണക്കിലെടുത്ത് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ഉയർത്തണമെന്ന് ധനകാര്യ വിനിയോഗ സമിതി ശുപാർശ ചെയ്തു. യോഗ്യതയുള്ള ജീവനക്കാരുടെ ശമ്പളത്തിന്റെ 10% പെൻഷൻ ഫണ്ടിനായി നീക്കിവെക്കണമെന്ന് സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ NA പ്രകാശ് അധ്യക്ഷനായ ധനവിനിയോഗ അവലോകന സമിതിയുടെ റിപ്പോർട്ട് നിയമസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചു. എന്നാൽ യുവജന സംഘടനകളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുകയുള്ളൂവെന്ന് ധനമന്ത്രി KM മാണി ഉറപ്പു നൽകി. നികുതിയിതര വരുമാനത്തിൽ വർധനവ് ഉണ്ടാകണം. ഇതിലെ പുതിയ സാധ്യതകൾ കണ്ടെത്തണം. സർവകലാശാലകൾ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. VHSC ഹയർ സെക്കൻഡറി ലയിപ്പിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തു.
ഇ ഗവേണൻസ് പദ്ധതി നടപ്പാക്കുന്നതിനാൽ സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കണം, അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫൈൻ ഏർപ്പെടുത്തണമെന്നും ധനവിനിയോഗ അവലോകന സമിതി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. അതേസമയം തീരദേശ പരിപാലന നിയമത്തിൽ അപാകതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ ഇന്ന് ഇറങ്ങിപ്പോയി. പ്രഭാതം ന്യൂസ്, തിരുവനന്തപുരം. CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ച് 4ാം ദിവസത്തിൽ. കൊല്ലം ജില്ലയിലെ കുണ്ടറ, ചാത്തന്നൂർ എന്നിവിടങ്ങളിൽ നിന്നും മാർച്ച് ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിച്ചു. തലസ്ഥാന ജില്ലയിലെ പര്യടനത്തിനു ശേഷം നാളെ വീണ്ടും മാർച്ച് കൊല്ലം ജില്ലയിലെ 2ാം ഘട്ട പര്യടനത്തിലേക്ക് പ്രവേശിക്കും. CPIMനെതിരായുള്ള സർക്കാരിന്റെ നീക്കം അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് പിണറായി വിജയൻ. CPIMനെ തകർക്കാൻ ആസൂത്രിത നീക്കമാണ് നടക്കുന്നത്. CBI അന്വേഷണത്തിൽ പാർട്ടിക്ക് ഒരാശങ്കയുമില്ലെന്നും പിണറായി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള KK രമയുടെ നിരാഹാര സമരം 3ാം ദിവസത്തിൽ. താൻ നടത്തുന്ന സമരത്തിന്റെ ലക്ഷ്യം പൊതുസമൂഹം തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്തുവെന്ന് രമ പറഞ്ഞു. TPയെ കൊന്നവരുടെ ബന്ധുക്കൾ വിയ്യൂർ ജയിലിന് മുന്നിലല്ല AKG സെന്ററിന് മുന്നിലാണ് നിരാഹാരം കിടക്കേണ്ടത്. രമയുടെ സമരം നാടകമാണെന്ന് CPIM നേതാക്കളുടെ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു രമ. പൂജപ്പുര സെൻട്രൽ ജയിൽ സമുച്ചയം കാട്ടായിക്കോണത്തേക്ക് മാറ്റുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കാട്ടായിക്കോണത്ത് ഹർത്താൽ ആചരിക്കുകയാണ്. വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയും കടകൾ അടച്ചുമാണ് നാട്ടുകാരുടെ പ്രതിഷേധം. സ്പൈഡർമാനെ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിലാണ് തിരുവനന്തപുരം പുന്നയ്ക്കാമുകളിലുള്ള അലീന എന്ന 5 വയസ്സുകാരിയുടെ പ്രകടനം. ഭിത്തിയിലൂടെ വലിഞ്ഞുകയറിയും ഊഞ്ഞാലാടിയും ഏവരെയും വിസ്മയിപ്പിക്കുകയാണ് ഈ ബാലിക. ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിലാണ് അലീനയുടെ പ്രകടനം. ഒരു ജിംനാസ്റ്റിക് താരത്തിനാവശ്യമായ എല്ലാ സവിശേഷതകളും കുന്നപ്പുഴ സെന്റ് മേരീസ് സ്കൂളിലെ UKG വിദ്യാർത്ഥിനിയായ അലീനയ്ക്കുണ്ട്. അലീനയ്ക്ക് 3 വയസ്സുള്ളപ്പോഴാണ് മാതാപിതാക്കളായ ജോസും സന്ധ്യയും തങ്ങളുടെ മകളുടെ പ്രകടനം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ആദ്യം വീടിന് പുറത്തേക്ക് കടക്കുവാൻ പരിശ്രമിച്ചാണ് അലീന തന്റെ കഴിവുകൾ പുറത്ത് കാണിച്ചു തുടങ്ങിയത്. പിന്നീട് ആൻമേരി എന്ന 10 വയസ്സുകാരിയുടെ പ്രകടനവും അലീനയെ സ്വാധീനിച്ചു. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ കയറുമല്ല, ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിനുശേഷം ഇതൊരു കഴിവാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഊഞ്ഞാലിൽ തലകീഴായി കിടന്നാണ് അലീന ആഹാരം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമെല്ലാം. ചുവരുകൾക്കിടയിൽ ചിലന്തിയെപ്പോലെ അതിവേഗത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യും ഈ കൊച്ചുമിടുക്കി. തന്റെ മകളെ ഭാവിയിൽ ഒരു ജിംനാസ്റ്റിക് താരമാക്കണമെന്നാണ് പിതാവ് ജോസിന്റെ ആഗ്രഹം. എനിക്ക് ഏറ്റവും ഇഷ്ടം സ്പോർട്സിനോടാണ്. വേറെ ഒന്നിനും പഠിപ്പിക്കാൻ താല്പര്യമില്ല. ഇത് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹവും പഠിപ്പിക്കാനുള്ള താല്പര്യവും. എന്നാൽ പല ബുദ്ധിമുട്ടുകൾ കാരണം പരിശീലനത്തിന് പോലും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അലീനയുടെ പരിശീലന സൗകര്യത്തിനായി താമസം മാറ്റുന്നതിനായുള്ള ശ്രമത്തിലാണ് മാതാപിതാക്കൾ. ആദ്യം ഒരു മുന്നറിയിപ്പ് നൽകട്ടെ, ഇത് കണ്ട് കുട്ടികൾ ആരും അനുകരിക്കാതിരിക്കുക. അലീന എന്ന ഈ കൊച്ചുമിടുക്കിൽ നിന്ന് നമുക്ക് ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ട്. ക്യാമറമാൻ അരുൺ ഉള്ളൂരിനൊപ്പം MS സുജീഷ്, പ്രഭാത ന്യൂസ്, തിരുവനന്തപുരം. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ പുതിയ ദാരിദ്ര്യ രേഖാ നിർണയം കടുത്ത പ്രതിഷേധത്തിലേക്ക്. ദാരിദ്ര്യത്തെ മോദി പരിഹസിക്കുകയാണെന്ന് കോൺഗ്രസ് നേതൃത്വം വിമർശിച്ചു. പ്രധാനമന്ത്രിയാകും മുമ്പേ നരേന്ദ്രമോദിയുടെ പരിഷ്കരണങ്ങൾ ഗുജറാത്തിൽ ആരംഭിച്ചപ്പോൾ തന്നെ ജനരോഷത്തിനും വിവാദത്തിനും തിരികൊളുത്തി. മോഡിയുടെ ഭരണപരിഷ്കാരമാണ് ദാരിദ്ര്യരേഖാ നിർണയം. കഴിഞ്ഞ പ്രാവശ്യത്തെ രേഖയേക്കാൾ കുറച്ചുകൊണ്ടാണ് ജനനന്മ ഉദ്ദേശിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ ദിവസം 10 രൂപ 80 പൈസയും നഗരപരിധിയിൽ 16 രൂപ 70 പൈസയുമായിരുന്നു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. ഇപ്പോൾ ദിവസം 32 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്ക് മാത്രമാണ് സബ്സിഡി ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലഭിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങളും പ്രതിഷേധവുമാണ് ഉയരുന്നത്. ദാരിദ്ര്യരേഖാ നിർണയത്തെ കോൺഗ്രസ് നേതൃത്വവും ആം ആദ്മി പാർട്ടിയും വിമർശിച്ചു. മോഡിയുടെ തമാശയാണ് ദാരിദ്ര്യമെന്നും രാഷ്ട്രീയ പാർട്ടികൾ കുറ്റപ്പെടുത്തി. पूरे देश ने हल्ला मचाया था और यह हकीकत थी कि गरीबों का मजाक उड़ाया था. आज मोदी साहब की सरकार ने उससे ज्यादा हद कर दी, यानी सेंट्रल के जो आंकड़े थे उससे भी नीचे चले गए. इसका मतलब ये है कि इनके पास किसी गरीब को कुछ देने के लिए न है. കേന്ദ്ര സർക്കാരിന്റെ ദാരിദ്ര്യരേഖാ നിർണയത്തെ തച്ചുടച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ വിവാദപരമായ ഈ പരാമർശം. ഇത് വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കുമെന്ന് സംശയമില്ല. തിരുവനന്തപുരത്തെ കരിമഠം കോളനി നിവാസികളെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് നഗരസഭയുടെ 3ാം ഘട്ട ഭവന നിർമ്മാണ പദ്ധതി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും നിർവഹിക്കാൻ കഴിയാതെ വലയുകയാണ് 35ഓളം കുടുംബങ്ങൾ. തിരുവനന്തപുരം നഗരസഭയുടെ ഭവന നിർമ്മാണ പദ്ധതിയായ കരിമഠം കോളനി ഭവന നിർമ്മാണ പദ്ധതി അട്ടിമറിക്കുന്നതായി പരാതി.
30 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യഘട്ട ഭവന നിർമ്മാണം നടന്നത്. ഇപ്പോൾ 3ാം ഘട്ട വികസനമാണ് കരിമഠം കോളനിയിൽ നടക്കുന്നത്. 1.5 വർഷം മുമ്പാണ് 3ാം ഘട്ട പദ്ധതിക്ക് നഗരസഭ അനുമതി നൽകിയത്. അതിനുവേണ്ടി വീടുകൾ പൊളിച്ചുമാറ്റുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു പഴയ കല്യാണ മണ്ഡപത്തിലാണ് ഇന്ന് 35ഓളം കുടുംബങ്ങൾക്ക് താമസിക്കുവാൻ സൌകര്യമൊരുക്കിയിരിക്കുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ പോലുമില്ലാതെ വളരെ ഇടുങ്ങിയ മുറികളിലാണ് ആളുകൾ താമസിക്കുന്നത്. ഈ അവസ്ഥ കുട്ടികളെയും മുതിർന്നവരെയും അടക്കമുള്ളവരെ ദുരിതത്തിലാഴ്ത്തുകയാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്ക് അനുവദിച്ച വീടുകളുടെ പണി ആരംഭിക്കുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഫ്ലാറ്റ് കെട്ടിത്തരിക. പിന്നെ ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബാത്റൂം ഇല്ല. ഞങ്ങൾക്ക് മുകളിൽ ബാത്റൂമില്ല, താഴെ ഞങ്ങൾ ഒരു ബാത്റൂമേ ഉള്ളൂ. ഈ 52 കുടുംബവും ഞങ്ങൾ ഒരു ബാത്റൂമിലാണ് പോണത്. അപ്പോൾ ഇവിടെ കെട്ടി തന്നിട്ട് ഞങ്ങളെ എല്ലാം അവിടെ നിന്ന് എല്ലാം പൊളിച്ചു പറക്കി ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ 50 കുടുംബക്കാരുണ്ട്. താഴെ മുകളിലായിട്ട്, മുകളിൽ മാത്രം തന്നെ 30 വീട്ടുകാരുണ്ട്. 30 വീട്ടുകാർ, താഴെ 20 വീട്ടുകാർ, എല്ലാം കൂടെ ഒരു ബാത്റൂമേ ഉള്ളൂ. അവിടെ എല്ലാവരും കൂടെ പോയി വളരെ ബുദ്ധിമുട്ടാണ്. പൊളിച്ചു മാറ്റാനും മാറ്റിപ്പാർപ്പിക്കാനും 10ഓളം വീടുകൾ ഇനി ബാക്കിയുണ്ട്. വികലാംഗരുൾപ്പെടെയുള്ള നിർധനരായ കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർക്കുള്ള വീടുകൾ ഇനിയും അനുവദിച്ചിട്ടില്ല. പ്രധാന ആവശ്യം നമുക്ക് ആരെയും ബുദ്ധിമുട്ടേണ്ട കാര്യമല്ല. പ്രധാനം ഇപ്പം എനിക്ക് താൽക്കാലിക ഷെഡ് എന്ന് പറഞ്ഞ തരയാണ് അവിടെ പറഞ്ഞ കിട്ടണം. അതിന് കറണ്ടും ബാക്കിൽ കക്കൂസായിട്ട് വേണ്ട, പബ്ലിക് മാറ്റുന്നുണ്ട്. തൽക്കാലം കൊച്ചിലെടുത്ത് ഒന്നിനെ സ്ത്രീയല്ലേ ഒന്നിനെ ഇരുത്തണ്ടേ. അത് ഫ്രണ്ടിൽ തുറന്ന് നിങ്ങളിപ്പോൾ കണ്ടല്ലേ എൻ്റെ ഫ്രണ്ട് കണ്ട് തുറന്നു വിട്ടാൽ റോട്ടി ഇറങ്ങി മാറും. ആ ഫ്രണ്ട് മറിച്ച് എൻ്റെ ഒപ്പീനിയൻ വർക്കാം ചവറ് പറക്കാൻ പോകണം. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ ചാലയ്ക്കടുത്തുള്ള കരിമഠം കോളനിയിലെ ജനങ്ങൾ ദുരിതാവസ്ഥയിലാണ്. നഗരസഭയോ സർക്കാരോ ഇവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല. കൃഷ്ണ ബാലചന്ദ്രൻ, പ്രഭാതം ന്യൂസ്. ചെറുകാറുകൾക്കിടയിൽ മികച്ച ജനപ്രീതി നേടിയ മാരുതി ഓൾട്ടോ 800, ടാറ്റ നാനോ, ഫോർഡ് ഫിഗോ, ഹ്യുണ്ടായി ഐ10, വോൾസ്വാഗൻ പോളോ തുടങ്ങിയ കാറുകൾക്ക് ക്രാഷ് ടെസ്റ്റിൽ നേരിട്ടത് വൻ പരാജയം. റോഡ് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അവയെ ചെറുക്കാനുള്ള കഴിവ് ഈ കാറുകൾക്കൊന്നുമില്ലെന്ന് ഗ്ലോബൽ NCAP വ്യക്തമാക്കുന്നു. പൊതുജന സുരക്ഷയും ആരോഗ്യവും കണക്കിലെടുത്ത് ബ്രിട്ടനിലെ ഉപഭോക്തൃ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഗ്ലോബൽ NCAP. ചെറുകാറുകളുടെ ഏറ്റവും വലിയ വിപണിയായിട്ടാണ് ഇന്ത്യയെ കരുതുന്നതെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ചെറുകാറുകൾ കരുത്തുള്ളതല്ലെന്ന് പാശ്ചാത്യ ലോകം പറയുന്നു. ക്രാഷ് ടെസ്റ്റുകൾക്ക് വിജയിക്കാൻ ഇന്ത്യൻ ചെറുകാറുകൾക്ക് കഴിയുന്നില്ലെന്ന് ലണ്ടൻ കാർ സേഫ്റ്റി വാച്ച് ഡോഗായ ഗ്ലോബൽ NCAPയുടെ അഭിപ്രായം. ഇന്ത്യയിലെ ചെറിയ കാറുകളുടെ സുരക്ഷയെ സംബന്ധിച്ച് ആസിയാൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന NCAP പരിശോധന നടത്തിയിരുന്നു. ജനുവരി 31 മലേഷ്യയിൽ നടത്തിയ ടെസ്റ്റിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചെറുകാറുകളെല്ലാം റേറ്റിംഗിൽ 0 മാർക്ക് നേടി. ഇന്ത്യൻ കാർ നിർമ്മാണ മേഖലയിൽ ഒരു ദുരന്ത വാർത്തയായി അത് മാറി. 64 കിലോമീറ്റർ വേഗതയിൽ മലേഷ്യയിൽ നടത്തിയ ടെസ്റ്റിൽ മാരുതി ഓൾട്ടോ 800, ടാറ്റ നാനോ, ഫോർഡ് ഫിഗോ, ഹ്യുണ്ടായി ഐ10, വോൾസ്വാഗൻ പോളോ എന്നീ 5 കാറുകൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇന്ത്യയിലെ കാറുകൾക്ക് മതിയായ സുരക്ഷാ സംവിധാനമില്ലാത്തവയാണെന്ന് കുറ്റപ്പെടുത്താനും ഗ്ലോബൽ NCAP മറന്നില്ല. അതേസമയം കാർ സുരക്ഷ എന്നത് യാത്രക്കാരുടെ മാത്രം സുരക്ഷയല്ലെന്നാണ് കാർ നിർമ്മാതാക്കളുടെ അഭിപ്രായം. കാറുകൾ പരിപാലിക്കുക, റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ ഡ്രൈവർമാർക്കുള്ള അവഗാഹം, നിലവാരമുള്ള റോഡുകൾ തുടങ്ങി പുറത്തുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇതിൽപ്പെടുമെന്നും ഇവർ പറയുന്നു. NCAP സെക്രട്ടറി ജനറൽ ഡേവിഡ് വെബർ ചിലവ് കുറഞ്ഞ അപകടകരമായ കാർ നിർമ്മിക്കാമെന്നതിന് തെളിവായി ഈ സംഭവത്തെ വിലയിരുത്തി. വളരെ മോശമായ ഘടനയിലാണ് ഈ 5 കാറുകളും നിർമ്മിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് എയർ ബാഗുകളോ മറ്റ് സുരക്ഷാ സംവിധാനമോ ഇല്ലാത്തത് വാഹനം ഓടിക്കുന്നവരുടെ ജീവന് ഭീഷണിയാകുന്നതെന്നും NCAP ചെയർമാൻ മാക്സ് മോസ്ലെയും പറഞ്ഞു. ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നാനോ കാറിന്റെ സുരക്ഷ എത്രയും വേഗം വർദ്ധിപ്പിക്കുമെന്ന് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചേഴ്സ് വെഹിക്കിൾ പ്രസിഡന്റ് രഞ്ജിത്ത് യാദവ് അഭിപ്രായപ്പെട്ടു. ആഗോളതലത്തിൽ ഒരു സുരക്ഷാ ടെസ്റ്റിന് കാറിൽ അത്യന്തം ആവശ്യമായ എയർ ബാഗുകൾ ഈ 5 കാറിനും ഇല്ലാതിരുന്നത് NCAP പ്രത്യേകം വിലയിരുത്തി. ദിനം പ്രതി പുതിയ മോഡലുകൾ എത്തുന്ന ഇന്ത്യ ചെറുകാറുകൾക്ക് വലിയ വിൽപ്പനയുള്ള രാജ്യമാണ്. എണ്ണവില കടുത്ത രീതിയിൽ ഉയരുമ്പോഴും ഇന്ത്യയിലെ മധ്യവർത്തി സമൂഹമാണ് കാർ വിൽപ്പനയ്ക്ക് ശക്തി പകർന്നത്. ന്യൂസ് ഡെസ്ക്, പ്രഭാതം ന്യൂസ്. ഉത്തരേന്ത്യയിലെ സ്ത്രീ ശാക്തീകരണ സംഘടനയായ ഗുലാബി ഗ്യാങ്ങും അതിന്റെ നേതാവായ സമ്പത് പാൽ ദേവിയുടെയും ജീവിതം ഡോക്യുമെന്ററിയാകുന്നു. നിസ്ത ജെയിൻ സംവിധാനം ചെയ്യുന്ന ഡോക്യുമെന്ററി ഈ മാസം 14 തിയേറ്ററുകളിലെത്തും. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന സംഘടനയാണ് ഗുലാബി ഗ്യാങ്. ആരോഗ്യ പ്രവർത്തകയായിരുന്ന സമ്പത് പാൽ ദേവിയാണ് സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത്. റോസാപ്പൂവിന്റെ നിറമുള്ള വസ്ത്രമണിഞ്ഞ ഇവർ പെൺകരുത്തിന്റെ പ്രതിരൂപങ്ങളാണ്. ഗാർഹിക പീഡനം നടത്തുന്ന ഭർത്താക്കന്മാരെ ലാത്തികൊണ്ട് മർദ്ദിച്ചും സ്ത്രീകൾക്കെതിരായി അക്രമങ്ങൾ നടത്തുന്നവരെ ശാരീരികമായി നേരിട്ടുമാണ് സംഘം ഉത്തരേന്ത്യയിൽ പ്രവർത്തിച്ചത്.
എന്നാൽ തികച്ചും ഗ്രാമീണരായ വനിതകളുടെ കൂട്ടായ്മയാണ് ഗുലാബി ഗ്യാങ്. ശൈശവ വിവാഹങ്ങളും സ്ത്രീധന നിരോധനങ്ങളും ഈ സ്ത്രീ കൂട്ടായ്മ നേരിട്ട് ഇടപെട്ട് ഇല്ലാതാക്കിയ സംഭവങ്ങളുണ്ട്. അസാധാരണമായ ഈ സ്ത്രീ കൂട്ടായ്മയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് നിസ്ത ജെയിന്റെ ഗുലാബി ഗ്യാങ്. തിയേറ്ററുകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന ആദ്യ ഡോക്യുമെന്ററി എന്നും ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാൽ ഈ സ്ത്രീശക്തിയുടെ കഥ ഒരു ഡോക്യുമെന്ററിയിൽ മാത്രം അവസാനിക്കുന്നില്ല. സൌമിക് സെൻ സംവിധാനം ചെയ്ത മാധുരി ദീക്ഷിത്തും ജൂഹി ചവളയും അഭിനയിക്കുന്ന ഗുലാബി ഗ്യാങ് ഫീച്ചർ ഫിലിം മാർച്ച് 7 തിയേറ്ററുകളിലെത്തും. ന്യൂസ് ഡെസ്ക് പ്രഭാതം ന്യൂസ്. പ്രശസ്ത ഹോളിവുഡ് സംവിധായകൻ വുഡി അലനെതിരെ വളർത്തുമകൾ ഡയലൻ ഫാരോ ലൈംഗിക ചൂഷണത്തിന് കേസ് നൽകി. ഹോളിവുഡ് ലോകത്തെ ഞെട്ടിച്ച ഈ വാർത്ത ന്യൂയോർക്ക് ടൈംസ് വെബ്സൈറ്റാണ് പുറത്തുവിട്ടത്. എന്നാൽ വുഡി അലൻ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി നിഷേധിച്ചു. ഓസ്കാർ ജേതാവും പ്രശസ്ത ഹോളിവുഡ് സംവിധായകനുമായ വൂഡി അലനെതിരെ വളർത്തുമകൾ ഡയലൻ ഫാരോ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. തന്നെ ഏറെ നാളായി അലൻ പീഡിപ്പിച്ചു വരികയാണെന്നാണ് ഡയലൻ പരാതിയിൽ പറയുന്നത്. ശനിയാഴ്ചയോടെ ന്യൂയോർക്ക് ടൈംസ് വെബ്സൈറ്റിലാണ് ഹോളിവുഡ് ലോകത്തെ ഞെട്ടിച്ച ഈ വാർത്ത പുറത്തുവിട്ടത്. 7-ാം വയസ്സിൽ തന്നെ ഒരു പ്രാവശ്യം അലൻ പീഡിപ്പിച്ചതായി ഡയലൻ പരാതിയിൽ പറയുന്നു. അലന്റെ മടിയിലിരുന്ന് ഞാൻ പലതവണ സഹോദരന്റെ കളിപ്പാട്ടങ്ങളുമായി കളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടേ ഉള്ളൂവെന്നും ഡയലൻ പരാതിയിൽ പറയുന്നു. 1992 മുതൽ താൻ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ട് വരികയാണെന്നും പരാതിയിൽ ഡയലൻ വ്യക്തമാക്കുന്നു. എല്ലാ ആരോപണങ്ങളും അലൻ പൂർണ്ണമായി നിഷേധിക്കുന്നു. വളർത്തുമകൾ ഡയലന്റെ പരാതിയെ തുടർന്ന് അലന്റെ ആരാധകർ ഏറെ വിഷമത്തിലാണ്. അലന്റെ വിവാദ ചിത്രങ്ങളിൽ ഒന്നാണ് ബ്ലൂ ജാസ്മിൻ. ഇന്റർനാഷണൽ ഡെസ്ക് പ്രഭാതം ന്യൂസ്. തെക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാർണിവലായ റൂറോ കാർണിവലിന് ബൊളീവിയയിൽ തുടക്കം. സൊക്കാവനിലെ കന്യാമറിയത്തിന്റെ രൂപത്തിന് മുന്നിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്കെത്തിയത്. ബ്രസീലിയൻ കാർണിവൽ കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാർണിവലാണ് ഉറോറോ കാർണിവൽ. കന്യാമറിയത്തിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയായ സൊക്കാവോയിലെ വെർജിൻ ഓഫ് സൊക്കാവോനു മുന്നിലെ പ്രാർത്ഥനയോടെയാണ് കാർണിവലിന് തുടക്കം കുറിച്ചത്. Hemos peregrinado a su casa para rendirle el homenaje, respeto, amor, fe y devoción. സമുദ്രനിരപ്പിൽ നിന്നും 3850 മീറ്റർ ഉയരമാണ് ഈ പ്രതിമയുടെ നീളം. ഫൈബർ ഗ്ലാസും ദൃഢമായ കോൺക്രീറ്റ് കട്ടകളും കൊണ്ടാണ് പ്രതിമയുടെ നിർമ്മാണം. സാന്റാ ബാർബറ കുന്നിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമയ്ക്ക് മുൻപിൽ പാട്ടും നൃത്തവുമായാണ് ബൊളീവിയക്കാർ കാർണിവൽ ആഘോഷിക്കുന്നത്. ഉറോറോ കാർണിവൽ തെക്കേ അമേരിക്കക്കാരുടെ നാടോടി കലകളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് പ്രഭാത ന്യൂസ്. ജർമ്മനിയിലെ ഏറ്റവും ഉയരം കൂടിയ ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റി കെട്ടിടം നിലം പൊത്തി. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി നിയന്ത്രിത സ്ഫോടനത്തിലൂടെയാണ് കെട്ടിടം തകർത്തത്. 116 മീറ്റർ ഉയരമുള്ള കെട്ടിടമാണ് വിദഗ്ധർ പൂർണ്ണമായി തകർത്തത്. നിയന്ത്രണ ശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ജർമ്മൻ നഗരത്തിലെ ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റി കെട്ടിടം പൂർണ്ണമായി തകർന്നപ്പോൾ കാഴ്ചക്കാർക്ക് അതൊരു വേദനാജനകമായ കാഴ്ചയായിരുന്നു. ഞായറാഴ്ച രാവിലെയോടെയായിരുന്നു വേദനാജനകമായ ഈ കാഴ്ചയ്ക്ക് കാഴ്ചക്കാർ സാക്ഷിയായത്. 116 മീറ്റർ ഉയരമുള്ള കെട്ടിടം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഇതിന് പിന്നിലെ വിദഗ്ധർ തകർത്തപ്പോൾ ജനങ്ങൾ വേദനയോടെയാണ് വീക്ഷിച്ചത്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി നിയന്ത്രിത സ്ഫോടനത്തിലൂടെയാണ് വിദഗ്ധർ കെട്ടിടം തകർത്തത്. 950 കിലോഗ്രാം വരുന്ന വീര്യം കൂടിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കെട്ടിടം തകർത്തത്. തുടർന്ന് സംഭവസ്ഥലത്ത് പോലീസ് സേനയും വിന്യസിച്ചിട്ടുണ്ട്. കെട്ടിടം വേഗത്തിൽ തകർന്ന് വീഴുന്ന മൊബൈൽ ഫോണുകളിൽ ഒപ്പിയെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് കാഴ്ചക്കാരിൽ പലരും. കെട്ടിടം പൂർണ്ണമായി തകർന്നു വീണതോടെ ചുറ്റും പൊടിപടലങ്ങൾ കൊണ്ട് അന്തരീക്ഷമാകെ മൂടുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് പ്രഭാതം ന്യൂസ്. തടിയന്മാരെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. അങ്ങനെയാണെങ്കിൽ കൊഴുത്തുരണ്ട് പഞ്ഞിക്കെട്ട് പോലെയുള്ള നമ്മുടെ പാണ്ടക്കുട്ടന്മാരായാലോ? കുറച്ച് തടിയൻ പാണ്ടകളുടെ രസകരമായ കാഴ്ചകൾ കാണികൾക്ക് പകർന്നു നൽകുകയാണ് ചൈന. കുടവയറും കൊഴുത്തുരുണ്ട ശരീരവും വെച്ച് കുണുങ്ങി നടക്കുന്നവരെ കാണാൻ ഒരു പ്രത്യേക ചേലി തന്നെയാണ്. അങ്ങനെയുള്ള ഗുണ്ടുമണികളായ പാണ്ടക്കുട്ടന്മാരുടെ കുസൃതിത്തരങ്ങളാണ് ഇവിടെ ദൃശ്യമാവുന്നത്. തടിച്ചുരുണ്ട് പഞ്ഞിക്കെട്ട് അടുക്കി വെച്ചതുപോലെ തോന്നും ഈ സുന്ദരന്മാരായ പാണ്ടകളെ കണ്ടാൽ. ഉണങ്ങിയ മുളത്തണ്ടുകൾ കൊണ്ട് അടുക്കി വെച്ച് കെട്ടിയതിലാണ് ഇവർ കിടന്നുരുളുന്നത്. കൂടാതെ മനുഷ്യക്കുഞ്ഞുങ്ങളെപ്പോലെ കൊച്ചു പന്തുകൊണ്ട് ലോക കളിക്കാരനാവാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ശരിക്കും ചാടിമറിഞ്ഞും കിടന്നുരുണ്ടും ആസ്വദിക്കുകയാണ് ഇവർ. വെള്ളയും കറുപ്പും ഇടകലർന്ന നിറമുള്ള ഈ പാണ്ടകളെ കണ്ടാൽ ആർക്കും എടുത്ത് മടിയിൽ വെച്ചൊന്ന് താലോലിക്കാൻ തോന്നും. തടി വകവയ്ക്കാതെ കുരങ്ങന്മാരെ പോലെ മലക്കം മറിയുകയും മരത്തിൽ തൂങ്ങിപ്പിടിച്ച് പ്രകടനം കാഴ്ചവെക്കുന്നുമുണ്ട് ചിലർ.
കുംഭകർണന്റെ വിഭാഗത്തിൽപ്പെടുന്നവരാണ് പാണ്ഡകൾ എന്നു തന്നെ പറയാം. കൂടാതെ വമ്പൻ തീറ്റക്കുതിന്മാരും. ഇവരുടെ പല കളികളും കണ്ടാൽ എല്ലാവരും തന്നെ കൊച്ചു വികൃതിക്കുട്ടന്മാരാണെന്ന് മനസ്സിലാകും. ഇവർക്ക് കൂട്ടായി കളിയിൽ പങ്കുചേരാൻ സുന്ദരികളായ മയിൽപ്പെടകളും എത്തുന്നു. ഇന്ന് വേണ്ടത്ര സംരക്ഷണം ലഭിക്കാതെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ഈ പാവം പാണ്ഡകൾ. അവരും ഈ ലോകത്തിന്റെ ഭാഗമാണെന്ന് നാം ഓർക്കണം. ന്യൂസ് ഡെസ്ക് പ്രഭാതം ന്യൂസ്. ഇന്നും നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തൊഴിലില്ലായ്മ. ലോകത്തിന്റെ ഏത് കോണിലായാലും തൊഴിലില്ലായ്മ എന്നും ഭയപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ജപ്പാനിലെ ചില വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ജോബ് ഹണ്ട് റാലി തൊഴിലില്ലായ്മ വെളിവാക്കുന്നതിന്റെ മകുടോദാഹരണമാണ്. പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ജോലി ലഭിക്കുക എന്നതാണ് ഏവരുടെയും സ്വപ്നം. എന്നാൽ ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നതും തൊഴിലില്ലായ്മയാണ്. ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ജപ്പാനിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ്. എന്നാൽ ഇവർ ഈ റാലി ആട്ടവും പാട്ടുമായി ആഘോഷകരമാക്കി മാറ്റി. ജപ്പാനിലെ ഒരു പ്രാദേശിക കോളേജിലെ വിദ്യാർത്ഥികളാണ് റാലി സംഘടിപ്പിച്ചത്. എന്നാൽ ഇവർ പറയുന്നത് ജപ്പാനിൽ ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ്. പല വിദ്യാർത്ഥികളുടെയും അഭിപ്രായത്തിൽ 100 കണക്കിന് ജോലികൾക്ക് അപേക്ഷ അയച്ചതിൽ നിരവധി തവണ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് നിരാശരായി മടങ്ങിയതിനെ കുറിച്ചാണ്. ജപ്പാനിലെ 2013 സ്ഥിതിവിവര കണക്കനുസരിച്ച് തൊഴിലില്ലായ്മ 4%. ഏത് രംഗത്തായാലും മത്സരങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലി എന്ന സ്വപ്നം എപ്പോഴും ഒരു സ്വപ്നമായി തന്നെ നിലനിൽക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് പ്രഭാതം ന്യൂസ്. കായിക വാർത്തകൾ. വരുന്ന ഫുട്ബോൾ ലോകകപ്പിൽ തന്റെ സ്വപ്ന ഫൈനൽ അർജന്റീനയും ബ്രസീലും തമ്മിലാണെന്ന് ലയണൽ മെസ്സി. ഇത് സംഭവിക്കട്ടെ എന്നാണ് തന്റെ പ്രാർത്ഥന. ബ്രസീൽ പ്രതിഭകളുടെ ടീമാണെന്നും മെസ്സി പറഞ്ഞു. ബാഴ്സലോണിയൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സിക്ക് പുതിയൊരു സ്വപ്നം. വേറൊന്നുമല്ല, ഈ വർഷത്തെ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൌണ്ടിൽ അർജന്റീനയും ബ്രസീലും തമ്മിൽ മത്സരിക്കണമെന്നാണ് മെസ്സിയുടെ സ്വപ്നം. ലോകത്തെ 1-ാം നമ്പർ താരങ്ങളാണ് ബ്രസീലിയൻ ടീമിൽ ഉള്ളതെന്ന് മെസ്സി പറയുന്നു. സൗഹൃദ മത്സരങ്ങൾ ഒരുപാട് തവണ ബ്രസീലുമായി നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൽ നിന്നും നേട്ടങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ബ്രസീൽ ടീം ഇപ്പോഴേ ലോകകപ്പിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഉറച്ച കഴിവുറ്റ ടീമാണ് ബ്രസീൽ എന്നും മെസ്സി പറഞ്ഞു. ഈ വർഷത്തെ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്തു. ബ്രസീലുമായി അർജന്റീന ലോകകപ്പ് ഫൈനൽ കളിക്കുക എന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണെന്നും മെസ്സി അഭിപ്രായപ്പെട്ടു. തനിക്ക് ഒരുപാട് അവാർഡുകൾ ഫുട്ബോൾ കളിയിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാം തന്നെ ഇനിയും കളിക്കാനുള്ള പ്രചോദനമാണെന്നും മെസ്സി പറഞ്ഞു. ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ച എല്ലാ മത്സരങ്ങളിലും വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോകകപ്പ് വിജയിക്കുക എന്നത് തന്റെ ടീമിന്റെയും നാടിന്റെയും സ്വപ്നമാണ്. അത് നടക്കുമെന്നാണ് വിശ്വാസം. പ്രതീക്ഷയിലാണ് അർജന്റീനയും ബാഴ്സലോണിയൻ ടീമും. ഞങ്ങൾ കുറച്ചുകൂടി കരുത്തരായിട്ടുണ്ട്. കുറച്ചു കാര്യങ്ങൾ കൂടി മെച്ചപ്പെടുത്താനുണ്ട്. ലോകകപ്പിനോടനുബന്ധിച്ച് നടന്ന പ്രചരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മെസ്സി. സ്വപ്നം ചിലപ്പോൾ ചിലർക്ക് ഫലിക്കുമെന്നാണ് വിശ്വാസം. ഈ വിശ്വാസം മെസ്സിയെയും രക്ഷിക്കട്ടെ. വരുന്ന ലോകകപ്പ് ടീമിൽ അർജന്റീന ബ്രസീൽ ഫൈനൽ പോരാട്ടം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്റർനാഷണൽ ഡെസ്ക് പ്രഭാതം ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിക്കെതിരായ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലും ക്ലിഫ് ഹൌസ് ഉപരോധത്തിലും പാളിച്ചകൾ പറ്റിയെന്ന് കാനം രാജേന്ദ്രൻ. ക്ലിഫ് ഹൌസ് ഉപരോധത്തിന്റെ പേരിൽ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയത് ശരിയായില്ലെന്നും കാനം രാജേന്ദ്രൻ. തീരദേശ പരിപാലന നിയമത്തിലെ അപാകതകളിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ഉയർത്തണമെന്ന ധനകാര്യ വിനിയോഗ സമിതിയുടെ ശുപാർശ. സിപിഐഎമ്മിനെതിരായുള്ള സർക്കാർ നീക്കം അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് പിണറായി വിജയൻ. സിബിഐ അന്വേഷണത്തിൽ പാർട്ടിക്ക് ആശങ്കയില്ലെന്നും പിണറായി. സ്പൈഡർമാനെ ഓർമ്മിപ്പിച്ച് ഒരു 5 വയസ്സുകാരി ഭിത്തിയിലൂടെ വലിഞ്ഞു കയറിയും ഊഞ്ഞാലാടിയും വിസ്മയം പകരുകയാണ് അലീന. വരുന്ന ലോകകപ്പിൽ തന്റെ സ്വപ്ന ഫൈനൽ അർജന്റീനയും ബ്രസീലും തമ്മിലെന്ന് ലയണൽ മെസ്സി. ഇതിനായാണ് തന്റെ പ്രാർത്ഥനയെന്നും മെസ്സി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.